ഞാനും പിന്നെ BG മോൺസ്റ്റർ, എൻ്റെ പേര് BG സൈറക്സ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളെന്നൊരു BR റാങ്ക് വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് കാണാം ഗൈസ്. അപ്പം ലൈക്ക് അപ്പം നമ്മളിന്ന് ക്ലോക്ക് ടവറിൻ്റെ അവിടെയാണ് ഇറങ്ങിയത്. പിന്നെ BG മോൺസ്റ്റർ അൺഫോളോ അടിച്ചിട്ട് ഹാങ്ങറിൻ്റെ അങ്ങോട്ട് ഇറങ്ങി. ഞാൻ ക്ലോക്ക് ടവറിൽ ഇവിടെ ഇറങ്ങിയിട്ട് ഈ ക്ലോക്ക് ടവറിൻ്റെ ഇവിടെ ഇറങ്ങി. അവിടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. നോക്കാം. അപ്പം അവൻ ഇവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇവിടെ എനിമി ഉണ്ട്, ഡുബോ ഒക്കെ വരും എന്നൊക്കെ. അപ്പം അവനറിയത്തില്ല നമ്മൾ സോളോ വിസ് സ്ക്വാഡാണ് കളിക്കുന്നത്. അപ്പം നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ഈ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ മറ്റേ ഇതാ ഈ സൈഡിലോട്ടൊരു വീടുണ്ട്. ആ വീട്ടിൻ്റെ അങ്ങോട്ട് പോയി. വീടിൻ്റെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. എനിക്ക് ലൂട്ടൊന്നുമില്ല, ലൂട്ടൊന്നും കിട്ടാനില്ല. അപ്പം എനിക്ക് അവിടെ എത്തുമ്പോൾ എനിക്ക് പൈസ നൽകിയിട്ടുണ്ട്. അത് ഇവിടെ ഇറങ്ങിയിട്ട് വീട്ടിൻ്റെ അവിടെ കയറിയിട്ട് നമ്മൾ എനിക്കൊരു ബൈസൺ കിട്ടി. പിന്നെ ഇവിടെയൊക്കെ നിൽക്കാൻ നേരത്തെ അവൻ പറയുന്നുണ്ട് അവന് അടിയൊക്കെ കൊള്ളുന്നു. അപ്പം അവന് ഗണ്ണം സെറ്റായില്ല, അവന് കിങ്ഫിഷർ എന്തോ കിട്ടി. ഞാൻ അടുത്ത വീട്ടിലോട്ട് ചാടി അവിടെ നിന്നൊക്കെ ലൂട്ടടിച്ചിട്ട് നല്ല ലൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ SKS ഒക്കെ കിട്ടിയായിരുന്നു എനിക്ക്. അപ്പം ലാസ്റ്റ് ഒരു ഞാനാണെങ്കിൽ K ആയിരുന്നു കിട്ടുന്നത്. അപ്പം സോണി കയറാന്ന് വെച്ചപ്പം എന്താണ് ഇവന് മറ്റേ BG മോൺസ്റ്ററിന് എന്താ ഇതില്ലായിരുന്നു. BG മോൺസ്റ്റർ ഗണ്ണൊന്നും സെറ്റായില്ല, അവന് മെഡിക്കിട്ടൊന്നും ആയില്ല. പിന്നെ അവന് K ക്യാരക്ടർ ഇല്ല, മെയിനായിട്ട് അവന് K ക്യാരക്ടർ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ലൂട്ടൊക്കെ എടുത്തിട്ട് അവൻ പറഞ്ഞ അവൻ്റെ ഇപ്പം വന്നൊരു കാറുണ്ട്, ഞാൻ കാർ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ എവിടെ ലൂട്ട് അടിച്ചോണ്ടിരിക്കാൻ നേരത്ത് അവൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതാ വരുന്നു, ഞാൻ ഇപ്പം ലൂട്ട് അടിച്ച് തീർന്നേ ഉള്ളൂ, ഞാൻ ഇതാ വരുന്നു. അപ്പം ഞാൻ ഇതാ കാർ എടുത്തോണ്ട് ഇനി ഇതാ അവൻ്റെ അടുത്ത് ഞാൻ പോകും. അവൻ ഇങ്ങോട്ട് വരെ വരുന്നത്. ഞാൻ ഇവിടെ നിന്നൊക്കെ ലൂട്ട് എടുത്ത് നേരെ കാറി എന്നിട്ട് അവൻ്റെ അടുത്തോട്ട് പോകാറുണ്ട്. അപ്പം ഈ കളി ഫുൾ കാണാൻ മാക്സിമലായിട്ട് കയറി സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ കഴിയും. ഇപ്പം പറയാം അവൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അവനെ കണ്ടപ്പോൾ ഞാൻ തിരിച്ചിട്ട് അവൻ ലൂട്ടെടുത്ത് കണ്ടപ്പോൾ ഞാൻ നേരെ ഈ താഴോട്ടുള്ളൊരു വഴി, ആ ഒരു വഴി കൂടി ഇവിടെ നിന്ന് കുറേ നേരം അങ്ങോട്ട് അനുസരിച്ച് ഞാൻ ഓർമ്മയില്ല. കാരണം ഇതിൽ നമുക്ക് ആകെ വേണ്ടത് ഒരു 3 സബ്സ്ക്രൈബേഴ്സുകളാണ്. നിങ്ങൾ ജസ്റ്റ് നടക്കുന്നു. അപ്പം ഇവിടെ നമ്മളെ BG മോൺസ്റ്റർ എനിക്ക് നിന്റെ ഇരുന്ന് കാറിൽ എനിക്ക് അടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓർമ്മ കാറിൽ കയറിക്കണം. കുറേ നേരം ഇവിടെ തന്നെ കറണ്ട് ഫോണിൻ്റെ പൊക്കാണ് നിൽക്കുന്നത്. നമ്മൾ ഫോൺ ഇങ്ങോട്ട് വരാൻ വെച്ച് പറയടാ ഇത് ചെയ്യില്ല, നമുക്ക് ഇവിടെ അധികം നേരം നിൽക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് കുറച്ച് മുകളിൽ കയറാം. കുറേ നേരം ഇവിടെ കറങ്ങി. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ആ ഇവനാണെങ്കിൽ ഗോപിയിൽ KFC കൊമ്പനെ എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടു. എന്നിട്ട് ഇവനാണെങ്കിൽ കാണിച്ചു കൊടുത്തു. അവൻ്റെ കൂട്ടുകാർ കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ ഇപ്പോഴും വിചാരിക്കുന്നത് KFC കൊമ്പൻ വന്ന് പറഞ്ഞ് ഇതിവിടെ കാണിച്ചാണ് KFC ഇതുവരെ അവൻ റിവീൽ ചെയ്തില്ല ആ കാര്യം ഫേക്കാണെന്ന്. എല്ലാവരും കണ്ടുപിടിച്ചത്, ഞാൻ വരെ കണ്ടുപിടിച്ചത് എഡിറ്റ് ചെയ്തതാണ്. അപ്പം അങ്ങനെ കണ്ടുപിടിച്ചത് അപ്പം ഇപ്പം ഇവിടെ കുറേ നേരം ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ മോളിൽ കയറി ഇവൻ പറയും അവിടെ നിർത്തിയിട്ട് ലൂട്ടൊക്കെ ഇടും എന്നൊക്കെ പറയും. നമ്മളിവിടെ കുറച്ച് നേരം നിർത്തി എന്നിട്ട് ഇപ്പം പോകും. ഇവിടുന്ന് ഇതാണ് എന്നൊക്കെ ഞാൻ പറയും.
ആ മരത്തിന്റെ അവിടെ കാണുന്ന ആ വീടില്ല, ആ വീട്ടിലോട്ട് അത് നോക്കാം. ഇവിടെ ഇറങ്ങി അവൻ ജ്യൂസ് എടുക്കാൻ പോയി. ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ടിരുന്നു. അപ്പം ഇവിടെ ഒത്തിരി ഡേഞ്ചർ ആയിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ആമോ ഒക്കെ കളക്ട് ചെയ്യാൻ പോയി. അപ്പം അപ്പോഴത്തേക്ക് ഇവൻ ഊട്ടടിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് ആരൊക്കെ അടിക്കുന്ന ഞാൻ പറയടാ പെട്ടെന്ന് വാടാ, പെട്ടെന്ന് ഇവിടെ വണ്ടിയൊക്കെ ഇതാ വരുന്നു, പെട്ടെന്ന് കയറി അപ്പോൾ ബാക്കിൽ ആരും അടിച്ചിട്ടുണ്ട്. മോസ്റ്ററാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറയാം. അതായത് കറക്റ്റ് വിമർശത്തിൽ എത്തിയപ്പം ഫുൾ ഫൈറ്റൊക്കെ നടത്തിയിരുന്നു. അപ്പം നമ്മളവിടെ അങ്ങനെ നോട്ടീസ് ചെയ്തില്ല. അപ്പം കുറച്ച് മുമ്പേ ഞാൻ കളക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഡ്രൈവറല്ലേ, നീയാണ് അറിയാൻ കളക്ട് ചെയ്യുന്നത്. അപ്പം ഓക്കെ ചെയ്തു. ഇവിടെ ആണെങ്കിൽ ആ ഡ്രോപ്പൊക്കെ എടുക്കാം എന്ന് പറയുമ്പോൾ വേണ്ട, ഇവിടെ ഫുൾ ഫൈറ്റാണ്. അപ്പം അതിൻ്റെ മുന്നോട്ട് മോശം ട്രക്ക് വന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു നേരെ പോയിട്ട് പറഞ്ഞായിരിക്കില്ല, അപ്പോൾ ഇവ അടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഇരുന്ന് ലാസ്റ്റ്. അപ്പം നമ്മൾ അവിടെ സേഫായിട്ട് എത്തി. അപ്പോൾ ഇവിടെ ഏതോ നമ്മൾ അത്രയ്ക്ക് മൈൻഡ് ചെയ്തത്. അപ്പം ഇവിടെ എത്തിയപ്പോൾ നമ്മളെ ഈ ഒരു വട്ടമുണ്ട്, ഒരു റൗണ്ട്. അപ്പോൾ ഒരു കറക്റ്റ് പോകാൻ വെച്ച് ഇവിടെ കറങ്ങി ഒരു വട്ടം കറങ്ങി പോകാൻ വെച്ചാൽ ഇവിടെ ഒരു കില്ല് ഹെഡ്ഷോട്ടൊക്കെയാണ് പറയുന്നത്. ഇവിടെ ആയിട്ട് കുറെ നേരെ മാറ്റില്ല അങ്ങോട്ട്. അവിടെ താഴെ ഓടി ഇവിടെ ഇവൻ അടി കിട്ടിയപ്പോൾ അടിയില്ലായിരുന്നു. നമ്മുടെ വണ്ടിക്ക് ഡാമേജ് കയറിയപ്പോൾ അതാണെങ്കിൽ അടങ്ങി. ഇവനാണെങ്കിൽ ലോങ്ങിൽ പോയ ഒരുത്തനെ മുട്ടക്കട്ട് അടിച്ച് ഒരുത്തന്റെ ഹെഡ് നോക്കായിട്ട് പറയടാ ഞാൻ തിരിച്ചിട്ട് നേരെ അങ്ങോട്ട് വെച്ചു. അപ്പോൾ അതിൻ്റെ കുഞ്ഞടക്കുന്നത് ഒരു പറ്റില്ല. അപ്പൊ ഇവിടെ ആയപ്പോ നമ്മുടെ ഡിജി മോൺസ്റ്റർ ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഇവിടെയൊക്കെ നിർത്തി. ഇവിടെ ഇല്ല, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ മോൺസ്റ്റർ ഇവിടെയൊക്കെ ഇറങ്ങി. എനിക്ക് ഞാൻ ഈ വീട്ടിനകത്ത് ഇവിടെ സെൽഫെല്ലാം പറഞ്ഞ് ഇവിടെ ഈ കോയിൻ പോയി. ഇവനാണെങ്കിൽ ആ കോയിൻ കളക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചെയ്യാറുണ്ടെങ്കിൽ ഇംഗ്ലീഷൊക്കെ വന്ന് കയറി നിങ്ങൾ കണ്ടു നോക്കി. ഇവിടെ ആകുമ്പോഴത്തേക്ക് ഇത് ഇറങ്ങും, ഞാൻ ഇവിടെ ഇറങ്ങും. ഇവൻ നേരത്തെ ഇറങ്ങുന്നില്ല. കണ്ട ഇതൊരു ടീമെ കൊണ്ടെടുക്കും, നെക്സ്റ്റോട്ട് ടീമെ കൊണ്ടെടുക്കും. അപ്പം ഇവിടെ ഇറങ്ങും. ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ പറയണ ആരെ അടിച്ചില്ലേ 11 കളിയുമായിരുന്നു. ഞാൻ ഇതിവിടെ ഒരു വീട്ടോടെ ആ വീട്ടിൽ കിട്ടിയ പാളിപ്പോയി. ഇപ്പം വേറൊരു കാര്യങ്ങൾ എനിക്ക് AWPൻ്റെയൊക്കെ നെയിം, പണ്ടത്തെ നെയിം അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇവിടെ ഞാൻ സ്കോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എടുത്തില്ല, എന്നാലും ചുമ്മാ ഒന്ന് അടിച്ചിട്ട് പേടിപ്പിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ഹീലിംഗ് പിസ്റ്റളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ പറയടാ ഇങ്ങ് വാ എനിക്ക് സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് കറങ്ങി അവൻ്റെ നേരെ പോയി. പിന്നെ ഇവന്താ അതിനേറെ പോയിട്ട് ഇവൻ പിന്നെ ഒരു കില്ലെടുക്കും. ഇവൻ പിന്നെ ഒരു കില്ലെടുക്കും എപ്പോഴും. ഞാൻ ഇവിടെ താഴോട്ടൊക്കെ ഒരു കില്ലെടുത്തവൻ എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ കവർ എടുക്കാൻ വന്നപ്പോൾ ആരും ഇവനെ അടിച്ചിട്ട് ഇതിൻ്റെ ബാക്കിൽ കവർ ഇടാൻ വന്നപ്പോൾ ആരും ഇവനെ അടിച്ചിട്ട്
ഞാൻ വെക്കും, എടാ വേണ്ട വേണ്ട പൊക്കോന്ന്. എൻ്റെ വണ്ടീൻ്റെ ഹെൽത്തും ഇല്ല. അപ്പം ഫുള്ള് ടെൻഷൻ. 5 അലയമായി കഴിച്ചപ്പോൾ നമ്മളാണെങ്കിൽ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. നോക്കാം. ഞാൻ എനിക്ക് കാറ് മതിയാക്കിയിട്ട് ഞാൻ ഇവിടെ ഇടും. 5 അലയമായി. ഞാൻ ഇങ്ങോട്ടൊക്കെ വന്ന് എനിക്കിനെ കണ്ടു. ഇവിടെ ഞാൻ മൈൻഡ് ഇനിയോടെ നിൽക്കണമെന്ന് കണ്ട്. എന്നാലും ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെതാ ഞാൻ ഇവിടെ ഇറങ്ങാന്ന് വിചാരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഇറങ്ങുക. ഗൈസ് അപ്പം നമ്മുടെ വണ്ടി ഹെഡൊക്കെ നോക്കിയപ്പോൾ 75 കയറിയുള്ളൂ. അവൻ അതിനു മുമ്പേ അവൻ കവർ ഞാൻ അടിക്കാൻ നോക്കി. രണ്ടാമത്തെ വട്ടം അടിക്കാൻ നോക്കി. പക്ഷെ പറ്റിയില്ല. ഒരു സ്റ്റോപ്പ് ഉണ്ടായിട്ടും ഗൈസ് ഇവനാ കാരണം എനിക്ക് കില്ലില്ല. കുറേ ടൈം കൊടുത്ത് 3 അലയവാണ് ഗൈസ്. ഇപ്പം 3 അലയവാണ്. അപ്പം ഇവനെ ഈ കവറിൻ്റെ അകത്ത് നിൽക്കുന്ന ആ പെണ്ണ് ഇവനെ കൊല്ലും. അല്ല ഇവനെന്തോ ഞാൻ എയിം മാറി ഞാൻ ചത്ത് ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, സി യു. ഇത്രയും വേഗം ഞാൻ എഡിറ്റ് ചെയ്തിടുന്നതാണ് ഗൈസ്. ഞാനും പിന്നെ BG മോൺസ്റ്റർ, എൻ്റെ പേര് BG സൈറക്സ്. ഓക്കെ ബൈ ഗൈസ്. അപ്പം നമ്മളെന്നൊരു BR റാങ്ക് വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് കാണാം ഗൈസ്. അപ്പം ലൈക്ക് ഷെയർ. അപ്പം നമ്മളിന്ന് ക്ലോക്ക് ടവറിൻ്റെ അവിടെയാണ് ഇറങ്ങിയത്. പിന്നെ BG മോൺസ്റ്റർ അൺഫോളോ അടിച്ചിട്ട് ഹാങ്ങറിൻ്റെ അങ്ങോട്ട് ഇറങ്ങി. ഞാൻ ക്ലോക്ക് ടവറിൽ ഇതാ ഇവിടെ ഇറങ്ങിയിട്ട് ഈ ക്ലോക്ക് ടവറിൻ്റെ ഇവിടെ ഇറങ്ങി. അവിടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് ഗൈസ്. നോക്കാം. അപ്പം അവൻ ഇവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇവിടെ എനിമി ഉണ്ട്, ഡുബോ ഒക്കെ വരും എന്നൊക്കെ. അപ്പം അവനറിയത്തില്ല നമ്മൾ സോളോ വിസ് സ്ക്വാഡാണ് കളിക്കുന്നത്. അപ്പം നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ഈ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ മറ്റേ ഇതാ ഈ സൈഡിലോട്ടൊരു വീടുണ്ട്. ആ വീട്ടിൻ്റെ അങ്ങോട്ട് വീടിൻ്റെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. എനിക്ക് ലൂട്ടൊന്നുമില്ല, ലൂട്ടൊന്നും കിട്ടാനില്ല. അപ്പം എനിക്ക് അവിടെ എത്തുമ്പോൾ എനിക്ക് പൈസ നൽകിയിട്ടുണ്ട്. അത് ഇവിടെ ഇറങ്ങിയിട്ട് വീട്ടിൻ്റെ അവിടെ കയറിയിട്ട് നമ്മൾ എനിക്കൊരു ബൈസൺ കിട്ടി. പിന്നെ ഇവിടെയൊക്കെ നിൽക്കാൻ നേരത്തെ അവൻ പറയുന്നുണ്ട് അവന് അടിയൊക്കെ കൊള്ളുന്നു. അപ്പം അവന് ഗണ്ണം സെറ്റായില്ല. അവന് കിങ്ഫിഷർ എന്തോ കിട്ടി. ഞാൻ അടുത്ത വീട്ടിലോട്ട് ചാടി അവിടെ നിന്നൊക്കെ ലൂട്ട് അടിച്ചിട്ട് നല്ല ലൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ SKS ഒക്കെ കിട്ടിയായിരുന്നു എനിക്ക്. അപ്പം ലാസ്റ്റ് ഒരു ഞാനാണെങ്കിൽ K ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പം സോണി കയറാന്ന് വെച്ചപ്പം എന്താണ് ഇവന് മറ്റേ BG മോൺസ്റ്ററിന് എന്താ ഇതില്ലായിരുന്നു. എന്താ BG മോൺസ്റ്റർ ഗണ്ണൊന്നും സെറ്റായില്ല. അവന് മെഡിക്കിറ്റൊന്നും ആയില്ല. പിന്നെ അവന് K ക്യാരക്ടറില്ല. മെയിനായിട്ട് അവന് K ക്യാരക്ടറില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ലൂട്ടൊക്കെ എടുത്തിട്ട് അവൻ പറഞ്ഞ അവൻ്റെ ഇപ്പൊ വന്നൊരു കാറുണ്ട്, ഞാൻ കാർ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ എവിടെ ലൂട്ട് അടിച്ചോണ്ടിരിക്കാൻ നേരത്ത് അവൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാ വരുന്നു, ഞാൻ ഇപ്പൊ ലൂട്ട് അടിച്ച് തീർന്നേ ഉള്ളൂ, ഞാൻ ഇതാ വരുന്നു. അപ്പം ഞാൻ ഇതാ കാർ എടുത്തോണ്ട് ഇനി ഇതാ അവൻ്റെ അടുത്ത് ഞാൻ പോകും. അവൻ ഇങ്ങോട്ട് വരെ വരുന്നത്. ഞാൻ ഇവിടെ നിന്നൊക്കെ ലൂട്ട് എടുത്ത് നേരെ കാറി എന്നിട്ട് അവൻ്റെ അടുത്തോട്ട് പോകാറുണ്ട്. അപ്പം ഈ കളി ഫുൾ കാണാൻ നാഷണലായിട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ കഴിയും. കാണാം. അവൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അവനെ കണ്ടപ്പോൾ ഞാൻ തിരിച്ചിട്ട് അവൻ ലൂട്ട് എടുത്തിട്ട് കണ്ടപ്പോൾ ഞാൻ നേരെ ഈ താഴോട്ടുള്ളൊരു വഴി, ആ ഒരു വഴി കൂടി ഇവിടെ നിന്ന് കുറേ നേരം അങ്ങോട്ട് ആൾക്കാർക്ക് പറയാം. ഓർമ്മയില്ല. കഷ്ടം ഇതിൽ നമുക്ക് ആകെ വേണ്ടത് ഒരു 3 സബ്സ്ക്രൈബേഴ്സുകളാണ്. നിങ്ങൾ ജസ്റ്റ് നടക്കുന്നു. അപ്പം ഇവിടെ നമ്മളെ BG മോൺസ്റ്റർ എനിക്ക് നിന്റെ ഇരുന്ന് കാറിൽ എനിക്ക് എനിക്ക് അടിക്കണമെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു ഓനിന്റെ കാലിൽ കയറിക്കോ. കുറെ നേരം ഇവിടെ തന്നെ കറങ്ങി. ഫോണിന്റെ പുറത്താണ് വന്നിരിക്കുന്നത്. നമ്മള് ഫോൺ ഇങ്ങോട്ട് വരാൻ വെച്ച് ഇവൻ പറയടാ ഇത് ചെയ്യില്ല, നമുക്ക് ഇവിടെ അധികം നേരം നിൽക്കണ്ടെന്ന് പറഞ്ഞ് ഇവൻ പറഞ്ഞ് കുറച്ച് മുകളിൽ കയറാം. കുറെ നേരം ഇവിടെ കറങ്ങി. ഇതിന്റെ ഒരു കൂട്ടുകാരുണ്ട്. ആ ഇവനാണെങ്കിൽ ലോബിയിൽ KFC കൊമ്പനെ എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടു. എന്നിട്ട് ഇവനാണെങ്കിൽ കാണിച്ചു കൊടുത്തു. അവരുടെ കൂട്ടുകാർ കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ ഇപ്പോഴും വിചാരിക്കുന്നത് KFC കൊമ്പൻ വന്ന് പറഞ്ഞു ഇതിനുള്ള കാണിച്ചാണ് KFC ഇതുവരെ അവൻ റിവീൽ ചെയ്തില്ല ആ കാര്യം ഫേക്കാണ്. എല്ലാരും കണ്ടുപിടിച്ചത്, ഞാൻ വരെ കണ്ടുപിടിച്ചത് എഡിറ്റ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചത് അപ്പം ഇപ്പൊ ഇവിടെ കുറെ നേരം ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോ മോളിൽ കയറി ഇവൻ പറയും അവിടെ നിർത്തിയിട്ട് ലൂട്ടൊക്കെ ഇടും എന്നൊക്കെ പറയും. നമ്മളിവിടെ കുറച്ച് നേരം നിർത്തി എന്നിട്ട് ഇപ്പൊ പോകും. ഇവിടുന്ന് ഇതുള്ള ഇതാണ് എന്നൊക്കെ ഞാൻ പറയും. ആ മരത്തിന്റെ അവിടെ കാണുന്ന ആ വീടാണ്. ആ വീട്ടിലോട്ട് അത് നോക്കാം. ഇവിടെ ഇറങ്ങി അവൻ തിരിച്ചു എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വണ്ടി നിർത്തിയിരുന്നപ്പം ഇവിടെ ഒത്തിരി ഡേഞ്ചർ ആയിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ആമോ ഒക്കെ കളക്ട് ചെയ്യാൻ പോയി. അപ്പോഴത്തേക്ക് ഇവൻ കൂട്ടടിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് നോക്കുമ്പോ ബാക്കിൽ നിന്ന് ആരൊക്കെ അടിക്കുന്ന ഞാൻ പറഞ്ഞാ പെട്ടെന്ന് വാടാ ഇവിടെ വണ്ടിയൊക്കെ ഇതാ വരുന്നു, പെട്ടെന്ന് കയറി ബാക്കിൽ ആരും അടിച്ചിട്ടുണ്ട്. മോർച്ചറാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറയാം. അതായത് കറക്റ്റ് വിമർശത്തിൽ എത്തിയപ്പം ഫുൾ ഫൈറ്റൊക്കെ നടത്തിയിരുന്നു. അപ്പം നമ്മളവിടെ അങ്ങനെ നോട്ടീസ് ചെയ്തില്ല. അപ്പം കുറച്ച് മുമ്പേ കോയിൻ കളക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഡ്രൈവറല്ലേ, നീയാണ് അത് കളക്ട് ചെയ്യുന്നത്. അപ്പം ഓക്കെ ചെയ്തു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ആ ഡ്രോപ്പൊക്കെ നമ്മൾ എടുക്കാം എന്ന് പറയുമ്പോൾ വേണ്ട, ഇവിടെ ഫുൾ ഫൈറ്റാണ്. അപ്പം അതിൻ്റെ മുന്നോട്ട് കുറച്ച് ട്രക്ക് വന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു നേരെ പോയിട്ട് പറഞ്ഞായിരിക്കില്ല പിന്നെ അടിച്ചോണ്ടിരിക്കുന്നത് അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഇരുന്ന് ലാസ്റ്റ്. അപ്പം നമ്മൾ അവിടെ സേഫായിട്ട് എത്തി. അപ്പം ഇവിടെ ഏതോ നമ്മൾ അത്രയ്ക്ക് മൈൻഡ് ചെയ്തത്. അപ്പം ഇവിടെ എത്തിയപ്പോൾ നമ്മളെ ഈ ഒരു വട്ടമുണ്ട്, ഒരു റൗണ്ട്. അപ്പൊ ഒരു കറങ്ങുന്ന വേണ്ടി പോകാൻ വെച്ച് ഇവിടെ കറങ്ങി ഒരു വട്ടം കറങ്ങി പോകാൻ വെച്ചാൽ ഇവിടെ ഫുള്ള് തെറ്റോടൊക്കെ ഞാൻ പറയാം. ഇവിടെ ആയിട്ട് കുറെ നേരെ മാറ്റില്ല അങ്ങോട്ട്. അവിടെ താഴെ ഓടി ഇവിടെ ഇവൻ അടി കിട്ടിയപ്പോ അടിയില്ല, നമ്മുടെ വണ്ടിക്ക് താഴെ കയറിയപ്പോ ഇവനാണെങ്കിൽ അടങ്ങി. ഇവനാണെങ്കിൽ ലോങ്ങിൽ പോയ ഒരുത്തനെ മുട്ടൊക്കെ അടിച്ച് ഒരുത്തന്റെ ഹെഡ് നോക്കായിട്ട് പറയടാ തിരിച്ചു കിട്ടുക. ഞാൻ തിരിച്ചിട്ട് നേരെ അങ്ങോട്ട് വെച്ചു. അപ്പോൾ അതിന്റെ കുഞ്ഞടക്കുന്നത് ഒരു പറ്റില്ല. അപ്പൊ ഇവിടെ ആയപ്പോ നമ്മുടെ ഡിജി മോൺസ്റ്റർ ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഇവിടെയൊക്കെ നിർത്തി. ഇവിടെ ഇല്ല, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ മോൺസ്റ്റർ ഇവിടെയൊക്കെ ഇറങ്ങി. എനിക്ക് ഞാൻ ഈ വീട്ടിലൊക്കെ ഇവിടെ സെൽഫെല്ലാം പറഞ്ഞ് ഇവിടെ ഈ കോയിൻ പോയി. ഇവനാണെങ്കിൽ ആ കോയിൻ കളക്ട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് കയറുന്നത് ഇംഗ്ലീഷൊക്കെ വന്ന് കയറി
നിങ്ങൾ കണ്ടു നോക്കൂ. ഇവിടെ ആവുമ്പോഴത്തേക്കും ഇത് ഇറങ്ങും. ഞാൻ ഇവിടെ ഇറങ്ങും. ഇതൊരു ടീമെ കൊണ്ടെടുക്കും. നെക്സ്റ്റ് ടീമെ കൊണ്ടെടുക്കും. അപ്പം ഇവിടെ ഇറങ്ങും. ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ പറയണ ആരെ അടിച്ചില്ല 11 കളിയുമായിരുന്നു. ഞാൻ ഒരു ലീറ്റോടെ ആ ലീറ്റ് പാളിപ്പോയി. ഇപ്പം വേറെ കാര്യങ്ങൾ എനിക്ക് ഏതൊക്കെ നെയിം പണ്ടത്തെ നെയിം അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം ഇവിടെ ഞാൻ സ്കോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എടുത്തില്ല. എന്നാലും ചുമ്മാ ഒന്ന് അടിച്ചിട്ട് പേടിപ്പിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ഹീലിംഗ് പിസ്റ്റളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അവൻ പറയടാ ഇങ്ങ് വാ എനിക്ക് സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് കറങ്ങി അവൻ്റെ നേരെ പോയി. പിന്നെ അതിനകത്ത് പോയിട്ട് ഇവൻ പിന്നെ ഒരു കില്ലെടുക്കും. ഇവൻ പിന്നെ ഒരു കില്ലെടുക്കും. എപ്പോഴും ഞാൻ ഇവിടെ താഴോട്ട് ഒരു കില്ലെടുത്തവൻ എന്നിട്ട് ഇതിന്റെ ബാക്കിൽ കവർ എടുക്കാൻ വന്നപ്പോൾ ആരും ഇവനെ അടിച്ചിട്ട് ഇതിന്റെ ബാക്കിൽ കവർ ഇടാൻ വന്നപ്പോൾ ആരും ഇവനെ അടിച്ചിട്ട് ഞാൻ ഞാൻ വേണ്ട പൊക്കോ എൻ്റെ വണ്ടീൻ്റെ ഹെൽത്തും ഇല്ല. അപ്പം ഫുള്ള് ടെൻഷൻ 5 വലയമായി കഴിഞ്ഞപ്പോൾ നമ്മളാണെങ്കിൽ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. നോക്കാം ഞാൻ എനിക്ക് കാറ് മതിയാക്കിയിട്ട് ഞാൻ ഇവിടെ ഇടും. 5 വലയമായി ഞാൻ ഇങ്ങോട്ടൊക്കെ എനിക്കിനെ കണ്ടു. ഇതായത് ഞാൻ മൈൻഡ് ഇടിഞ്ഞോടെ നിൽക്കണമെന്ന് കണ്ട് അത് ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെതാ ഞാൻ ഇവിടെ ഇറങ്ങാൻ വിചാരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഇറങ്ങുക. അപ്പം നമ്മുടെ വണ്ടി ഹെഡടിക്കാൻ നോക്കിയപ്പോൾ 75 കയറിയുള്ളൂ. അവൻ അതിനു മുമ്പേ അവൻ കവർ ഞാൻ അടിക്കാൻ നോക്കി. രണ്ടാമത്തെ വട്ടം അടിക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല. സ്കോപ്പ് ഉണ്ടായിട്ടും ഇവനാ കാരണം എനിക്ക് കില്ലില്ല. കുറേ ടൈം കൊടുത്ത് എനിക്ക് 3 അലൈവാണ് ഗൈസ്. ഇപ്പം 3 അലൈവാണ്. അപ്പം ഇവനെ ഈ കവറിൻ്റെ അകത്ത് നിൽക്കുന്ന ആ പെണ്ണ് ഇവനെ കൊല്ലും. ഇവനെന്തോ ഞാൻ മാറി ഞാൻ ചത്ത് ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ സി യു. ഇത്രയും വേഗം ഞാൻ എഡിറ്റ് ചെയ്തിടുന്നതാണ് ഗൈസ്.